എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മേരി മമത മൈ മാം എന്നുള്ള സംസ്മരണമാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഈ പാർട്ടിൽ ആദ്യം പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിരുന്ന ഒരു വർക്ക് ഇതാണ്. ഒന്നാമത്തെ നോക്കൂ, മഹായുദ്ധ ക പ്രഭാവ് രാമേശ്വരം മേം ഭി ഹുവ. ഈ യുദ്ധത്തിൻ്റെ സ്വാധീനം രാമേശ്വരത്തും ഉണ്ടായി. അപ്പോൾ അതിന് നേരെ വരുന്നത് ഏതാണ്? മൂന്നാമത്തെ നോക്കൂ, സബി വസ്തുവും കി കില്ലത്ത് ഹുയി. എല്ലാ വസ്തുക്കൾക്കും ക്ഷാമം ഉണ്ടാകാൻ തുടങ്ങി. അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വസ്തുക്കളും ഇങ്ങോട്ട് അങ്ങാടികളിലേക്കൊന്നും വരാതെ ആയ സമയത്ത് എല്ലാ വസ്തുക്കൾക്കും ക്ഷാമം ഉണ്ടായി. അതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ട് നോക്കൂ, ബാല കലാം പടായി അവർ കമായി ഏക് സാത്ത് കർത്താത. കുട്ടിയായ കലാം പഠനവും അതുപോലെ ജോലിയും ഒരുപോലെ കൊണ്ടുപോയിരുന്നു. അതിന് വരുന്നത് ഒന്നാമത്തതാണ്, ഇസ്ലിയെ ഭായി ബഹനോ കി തുലനാമേ വിശേഷ് ഭോജൻ മിൽത്താത. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അമ്മ അവന് മറ്റുള്ള സഹോദരന്മാരെ അപേക്ഷിച്ചിട്ട് വിശേഷപ്പെട്ട ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നതുകൊണ്ട്. ഇനി മൂന്നാമത്തെ നോക്കൂ, ബാല കലാം സംയുക്ത് പരിവാർ മേം രഹ്താത. കുട്ടിയായ കലാം സംയുക്ത പരിവാർ എന്ന കൂട്ടുകുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത്, അല്ലേ? കലാം ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് വരുന്നത് ഏതാണ്? ഏറ്റവും ലാസ്റ്റത്തെ നോക്കൂ, വഹാം ഖുഷി ഔർ ഗം ക അനുഭവ ഹോത്താത. അവിടെ എന്തുണ്ടായിരുന്നു? സന്തോഷവും ദുഃഖവും ഒരേപോലെ അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ആ വീടുകളിൽ ഉണ്ടായിരുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. സംയുക്ത പരിവാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു വീടായതുകൊണ്ട് സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും എല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി ലാസ്റ്റത്തെ നോക്കൂ, മാം കാ പ്യാർ സമജ് കർ ബാലെ കലാം കോ സിഹ്റൻ കി അനുഭൂതി ഹുയി. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ കുട്ടിയായ കലാമിന് ഒരു വല്ലാത്ത ആശ്ചര്യം, ഒരു അത്ഭുതം ഉണ്ടായി, അനുഭൂതി ഉണ്ടായി, വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് യോജിച്ചത് ഏതാണ്? വഹ് ഭാവാവേശ് മേ ഉൻസെ ലിപ്പട്ട് ഗയ. അവൻ കുട്ടിയായ കലാം നേരെ ഓടിച്ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അത് അമ്മ തന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്. നമുനയ്ക്ക് അനുസാർ ബദൽക്കർ ലിഖേ. അതായത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ധാരാളമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത് നോക്കൂ. ഒന്നാമത്തെ നോക്കുക, ബാല കലാം പടായിക്ക് സാത്ത് കമായി ബി കർത്താത. അല്ലേ? കലാം പഠനത്തോടൊപ്പം തന്നെ സമ്പാദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ബാല കലാം പടായിക്ക് സാത്ത് കമായി ബി കർത്താ ഹേ. കലാം പഠനത്തോടൊപ്പം സമ്പാദിക്കുന്നു. ഒന്ന് പാസ്റ്റ് ടെൻസ് ആണ്, ഒന്ന് പ്രസൻറ്റ് ടെൻസ് ആണ്. അതാണ് വ്യത്യാസം. ഫസ്റ്റത്തെ പാസ്റ്റ് ടെൻസ്, അടുത്ത് പറഞ്ഞത് പ്രസൻറ്റ്. അതേപോലെ താഴെയുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാണ് പറയുന്നത്? ഗണിത് ശിക്ഷക് 5 ഛാത്രോं को पढ़ाते थे. ഗണിത് അധ്യാപകൻ 5 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞു പോയൊരു സംഭവം, പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. അപ്പോൾ അത് ഹിന്ദിയിലേക്കാക്കും, പ്രസൻറ്റിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ഗണിത് ശിക്ഷക് 5 ഛാത്രോं को പഠാത്തേ ഹേ എന്നായി മാറും. പഠാത്തേ ഹേ. ഓക്കെ, അതാണ് ആൻസർ. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിനി വേറൊരു സെൻറ്റൻസ് പറയും, അതുപോലെ നിങ്ങൾ ഇത് ചെയ്യണം. ഓക്കെ, സെൻറ്റൻസ് ഇതാണ്. ഇനി ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നാൽ അതേപോലെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ലഡ്കി മന്ദിർ ജാതി ധി. ഇത് ഒരു കഴിഞ്ഞുപോയ ക്രിയ. ലഡ്കി മന്ദിർ ജാതി ധി. ഈ ക്രിയയെ നിങ്ങൾ എന്താക്കണം? ഈ സെൻറ്റൻസ് നിങ്ങൾ പ്രസൻറ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റണം, പ്രസൻറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ അത് ചെയ്തതുപോലെ ഇതും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസ് വായിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതിൽ ഇതിൻ്റെ മീനിങ്, ലഡ്കി മന്ദിർ ജാതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി
അമ്പലത്തിൽ പോയിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അതെന്തിലേക്ക് മാറ്റുക? പ്രസൻറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അതുപോലത്തെ ഒന്നും കൂടി ഉണ്ട്, നോക്കൂ. വഹ് ബാസാർ ചൽത്താ ഥാ. വഹ് ബാസാർ ചൽത്താ ഥാ. അപ്പോൾ ഓക്കെ, ഇതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റിലേക്ക് മാറ്റുക. ഇതൊക്കെ പാസ്റ്റ് ടെൻസിലുള്ള ക്രിയകളാണ്. അതിനെ നിങ്ങൾ പ്രസൻറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള ഈ സെൻറ്റൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ നോട്ട് എഴുതി വെക്കുക. ഓരോന്ന് ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. ഡോക്ടർ APJ अब्दुल कलाम का जन्म रामेश्वरम में हुआ. भारत के पूर्व राष्ट्रपति, प्रसिद्ध वैज्ञानिक और प्रभावी वक्ता के रूप में वे विख्यात है. उनका राष्ट्रपति कार्यकाल 25 जुलाई 2002 से 25 जुलाई 2007 तक रहा. उन्हें मिसाइल मैन के नाम से भी जाना जाता. विंग्स ऑफ फायर, इंडिया 220, ए मिशन फॉर द न्यू मिलेनियम, भारत की आवाज़, टर्निंग पॉइंट्स, हम होंगे कामयाब आदि उनकी रचनाएं. पुरस्कार പത്മ ഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന ആദി. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മവും കൊടുത്തിട്ടുണ്ട്, മരണവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് എഴുതിയിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, വളരെ എളുപ്പമാണ്. പിന്നെ ആ ഇംഗ്ലീഷിൽ എഴുതിയൊക്കെ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ്. അതൊക്കെ അതേപോലെ തന്നെ എഴുതുക, മലയാളത്തിലാക്കി എഴുതിയാൽ മതി. ഓക്കെ.